നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ തരം തലവേദനകളും അവയുടെ കാരണവും ചികിത്സകളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ന്യൂറോ സ്പൈൻ സർജനായ ഡോക്ടർ അജാക്സ് ജോണാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം. ഡോക്ടർ, ഒരിക്കൽ പോലും തലവേദന വരാത്ത ആരും ഉണ്ടാവില്ല. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ ചില തലവേദനകളൊക്കെ വലിയ ഗുരുതരമായിരിക്കും. ഇത്തരത്തിലുള്ള തലവേദനകൾ ഏതൊക്കെ തരത്തിൽ തലവേദനകളുണ്ട് ഡോക്ടർ? വിവിധ തലവേദനകൾ ഏതൊക്കെയാണ്? തലവേദന എന്നത് ഒരു സിംറ്റമാണ്. കുറേ കാരണങ്ങൾ, 100,000 കാരണങ്ങളോളം തലവേദനയ്ക്ക് വരാം. തലവേദന പല രീതിയിലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തലവേദന ചെന്നിക്കുത്ത്, അതായത് മൈഗ്രെയിൻ ഹെഡേക്ക് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. തലവേദന നമ്മൾ പല രീതിയിലാണ് നമ്മൾ കാരണം കണ്ടുപിടിക്കുന്നത്. അത് തലയുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതും വേറെ കാരണം കൊണ്ട്, അതായത് ആക്സിഡന്റോ വേറെ ബ്ലീഡിങ്ങോ കാരണം കൊണ്ട് വരുന്നതുമായ തലവേദന 2 ടൈപ്പ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ള, ഞാൻ ആദ്യം പറഞ്ഞ തന്നെ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഹെഡേക്ക് ആണ് ഉള്ളത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ടെൻഷൻ ഹെഡേക്ക്, അതായത് ടെൻഷനോ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന തലവേദനകൾ. പിന്നെ ഒരു ട്രൈജെമിനൽ കൊസാൾജിയ എന്ന് പറയും. അത് ഈ ഓരോ നെർവിനുണ്ടാവുന്ന ചെറിയ ക്ഷതങ്ങളും ചെറിയ സെൻസേഷന്റെ പ്രശ്നങ്ങളും കൊണ്ടുണ്ടാവുന്ന തലവേദനകൾ. കൂടാതെയുള്ള കാരണങ്ങളാണ് നമ്മൾ വേറെ വളരെ കുറച്ച് കാണുന്നത്. അതായത് എന്തെങ്കിലും വീഴ്ചയ്ക്ക് ശേഷമോ, തലയ്ക്ക് എന്തെങ്കിലും ആക്സിഡന്റിന് ശേഷമോ, തലയിലുള്ളിൽ ബ്ലീഡിങ് വന്നതിന് ശേഷമോ, അതോ ഏതെങ്കിലും വേറെ അസുഖങ്ങൾക്ക് കൂടെ തലവേദനയായിട്ടും വരാം. ഡോക്ടർ, ഈ മൈഗ്രെയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാധാരണയായി പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് മൈഗ്രെയിൻ മാറാൻ ഒരു ചികിത്സയില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി മൈഗ്രെയിൻ മാറ്റാനുള്ള ഒരു തരത്തിലുള്ള ചികിത്സയില്ല എന്ന് പറഞ്ഞു കേട്ടു. അത് എത്രമാത്രം ശരിയാണ്? അതോടൊപ്പം തന്നെ ഈ മൈഗ്രെയിൻ മാറാൻ എന്താണ് ചെയ്യേണ്ടത്? മൈഗ്രെയിന്റെ ചികിത്സയെ പറ്റി പറയുമ്പോൾ മൈഗ്രെയിൻ എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് മൈഗ്രെയിനിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഒരു 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ മൈഗ്രെയിൻ കടന്നു പോകുന്നത്. ഒരു പ്രോഡ്രോം എന്ന് പറഞ്ഞ സ്റ്റേജ്, അതായത് ആദ്യം ഒരു മൈഗ്രെയിൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ് പോലെ കൂടുതൽ നമുക്കൊരു നീര് വെച്ച പോലെ ഫീലിംഗ്, ശരീരം കുറച്ച് നീര് വെച്ച പോലെ ഫീലിംഗ്, കൂടുതലായിട്ട് കൊട്ടുവായിടുന്നു, ഒരു ഫുഡ് സ്റ്റാർവിങ് ആയത്, ഒരുപാട് വിശപ്പ് വരുന്നു. അങ്ങനത്തെ സ്റ്റേജിലൂടെയാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് ഓറ എന്ന് പറഞ്ഞ സ്റ്റേജ്. അതായത് കൂടുതലായിട്ട് കാണുന്നത് മൈഗ്രെയിന് തൊട്ട് മുമ്പോ ആ മൈഗ്രെയിന്റെ സമയത്തോ, അതായത് കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു മൂടൽ വരാം. കൂടാതെ കണ്ണിലേക്ക് ഒരുപാട് വെട്ടം അടിക്കുന്ന പോലെയോ, കണ്ണിൽ സ്കോട്ടോമാസ് എന്തെങ്കിലും പാടുകൾ പോലെ വരികയോ, ഇടയ്ക്ക് മുഖത്തോ മരവിപ്പ് വരും പോലെയോ, കൈകാലുകളിൽ ചെറിയ മരവിപ്പ് തളർച്ച വരുന്ന പോലെ, അങ്ങനത്തെ സ്റ്റേജാണ് ഓറ എന്ന് പറഞ്ഞ സ്റ്റേജ്. മൂന്നാമത്തെയാണ് അക്യൂട്ടായിട്ട് നല്ല പെയിൻ വരും. തലവേദന ഭയങ്കര തലയിൽ ഞെക്കും പോലെയല്ലോ, മിക്കവാറും ഒരു സൈഡിലായിരിക്കും, തലയുടെ ഒരു സൈഡിലായിരിക്കും തലവേദന കൂടുതൽ കാണുന്നത്. ചിലർക്ക് 2 സൈഡിലും വരാം, സൈഡിലും കണ്ണിന്റെ സൈഡിലുമായിട്ടായിരിക്കും തലവേദന വരും. അതാണ് അറ്റാക്കിന്റെ സ്റ്റേജ്. പിന്നെ ഒരു പോസ്റ്റ്-ട്രോം എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു മൈഗ്രെയിന്റെ ശേഷം ഒരു ഭയങ്കര ക്ഷീണം, ഫുള്ളി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് തന്നെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസം വരെ നമുക്ക് ഈ മൈഗ്രെയിൻ കാണപ്പെടാം. അത് കൂടിയ സ്റ്റേജിൽ ആദ്യമേ നല്ല കൂടുതൽ പതുക്കെ കുറഞ്ഞു വരാം. മിക്കവാറും ഒരു ഛർദിലൊക്കെ ഇടയ്ക്ക് വരും. ഛർദിലോട് കൂടി തലവേദന കുറഞ്ഞു വരുന്ന സ്റ്റേജുമാണ്. അപ്പോൾ ഈ മൈഗ്രെയിന് ചികിത്സ വേണം. അത് ആദ്യം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം മൈഗ്രെയിൻ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, കുറെ ട്രിഗേഴ്സ് ഉണ്ട്. ഒരു മെയിൻ ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലാണ് ഈ മൈഗ്രെയിൻ 3 times മോർ ദാൻ മെൻ സ്ത്രീകളിലാണ് കാണുന്നത്. അപ്പൊ കൂടുതലായിട്ട് കാണുന്നത് മെൻസ്ട്രുവേഷന്റെ സമയത്തോ ഹോർമോണൽ ചേഞ്ചിന്റെ സമയത്തോ വരാം. കൂടാതെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കുന്ന ആളുകളിൽ വരാം, നൈട്രോഗ്ലിസറിൻ കഴിക്കുന്നവർ വരാം. പിന്നെ ഫുഡ് ഒരു പ്രധാന ഘടകമാണ്. ചിലർക്ക് ഈ ചോക്ലേറ്റ്, ചീസ് അങ്ങനത്തെ ഘടകങ്ങൾ കഴിക്കുമ്പോൾ, പിന്നെ MSG, അത് ചൈനീസ് ഫുഡിലുള്ള കഴിക്കുമ്പോഴും ഈ മൈഗ്രെയിൻ ആയിട്ട് വരാം. കൂടാതെ ചില ആളുകളിൽ ഒരുപാട് സമയം നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് കുറയുമ്പോഴും മൈഗ്രെയിൻ ആയിട്ട് വരാം. ചില ആളുകളിൽ വെയിൽ കൊള്ളുക, ഒരുപാട് ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് പെട്ടെന്ന് ചൂടും തണുപ്പും വരിക, ചില ആളുകൾക്ക് പെർഫ്യൂം, ചിലർക്ക് പെയിന്റെ സ്മെല്ല്, അങ്ങനെ വിവിധ തരം കാരണം കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്. ഇത് സാധാരണയായി കാണപ്പെടുന്നത് ചെറുപ്പ ആൾക്കാരാണ്. ഒരു 20-30 വയസ്സ് താഴെയുള്ള ആളുകൾക്കാണ് ഇതായിട്ട് കാണപ്പെടുന്നത്.
അപ്പോൾ ഈ ചെറുപ്പത്തിലുള്ള ഈ മൈഗ്രെയിനിന്റെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് ആ കാരണം ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കിയാണ് ഫസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? എല്ലാത്തിനും ആവശ്യമില്ല. ചില മൈഗ്രെയിനുകൾ മാസത്തിൽ 3 4 അതിൽ കൂടുതൽ വരുന്ന മൈഗ്രെയിൻ ആളുകൾ സ്ഥിരമായി കുറച്ചുനാൾ മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. വരാതിരിക്കാനുള്ള മരുന്ന്. അല്ലാത്ത അവസ്ഥകളിൽ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുകയാണ് ശാശ്വത പരിഹാരം. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് പ്രത്യേക ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ ഇന്നത് കഴിക്കാൻ പാടുള്ളൂ, ഇന്നത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? അവർ സൂക്ഷിക്കേണ്ടതായ അല്ലെങ്കിൽ ആചരിക്കേണ്ടതായ ചില ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ ഡോക്ടർ? ചികിത്സയില്ല. കാരണം പറഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു മൈഗ്രെയിൻ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു 20 വയസ്സ് 25 വയസ്സ് മുതൽ ആരംഭിച്ചിട്ടുണ്ടാവണം. അതിനു മുമ്പേ ആരംഭിച്ചിട്ടുണ്ടാവും. അവർക്ക് 1 2 3 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് കാരണം എന്നുള്ളത്. ഈ ഫുഡിന്റെ മാത്രം നിർബന്ധമില്ല, വേറെ പല കാരണങ്ങളും. ഇപ്പൊ ചില ആൾക്കറിയാൻ പറ്റില്ലേ, ചോക്ലേറ്റോ ചീസോ അങ്ങനത്തെ കാരണം കൊണ്ട് വരുന്നുണ്ട് എങ്കിൽ അവരത് നിയന്ത്രിക്കേണ്ടതായിട്ട്. അല്ലാതെ മൈഗ്രെയിന് പ്രത്യേക ആഹാര രീതി ചെയ്യണതിന്റെ ആവശ്യമില്ല. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞു ടെൻഷൻ മൂലവും തലവേദന വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ മൂലം വരുന്ന തലവേദന എങ്ങനെയാണ് തിരിച്ചറിയുക? ടെൻഷൻ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മൈഗ്രെയിന്റെ ഹെഡേക്ക്, അത് കൂടുതലായിട്ട് കാണുന്നത് തലയുടെ ഒരു ഭാഗത്തായിട്ടായിരിക്കും കൂടുതൽ വരുന്നത്, ചെന്നി ഭാഗത്തായിരിക്കും. ടെൻഷൻ കൂടുതലുള്ള ഹെഡേക്ക് സ്ട്രെസ് ആയിരിക്കും മേജർ കോസ്. അതൊരു ഈവനിങ് ടൈമില് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലായിരിക്കും ഒരു ബെൽറ്റ് കെട്ടിയ പോലത്തെ നെറ്റിക്ക് ചുറ്റും ഒരു ബെൽറ്റ് കെട്ടിയ ഒരു രീതിയിലായിരിക്കും തലവേദന കൂടുതലായിട്ട് കാണിക്കുക. പലർക്കും പല ഈ മൈഗ്രെയിനും ടെൻഷൻ ടൈപ്പ് ഹെഡേക്കും മിക്സ് ആയിട്ടും കാണിക്കാറുണ്ട്. പക്ഷെ ടെൻഷൻ ഹെഡേക്ക് കൂടുതലായിട്ട് ഒരു വൈകിട്ട് സമയങ്ങളിലായിരിക്കും. നമ്മൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഹോർമോണൽ ചേഞ്ചും മസിലിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും കാരണമാണ് അവിടെ ഒരു വലിച്ചിൽ പോലെ വരും. അതാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ആയിട്ട് വരുന്നത്. അത് തന്നെ പല രീതിയിലുണ്ട്. അക്യൂട്ട് ഇവന്റ് ആയിട്ട് വരുന്നത്, കുറെ നാൾ നിൽക്കുന്ന ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഡോക്ടർ, അതേപോലെ തന്നെ ഏതൊക്കെ രോഗങ്ങളാണ് പ്രധാനമായും തലവേദന ഒരു വലിയ ഘടകം അല്ലെങ്കിൽ ഒരു പ്രധാന സൂചനയായിട്ട് വരുന്നത്? അതോടൊപ്പം തന്നെ ഈ സ്കാനിംഗ് ഒക്കെ വേണ്ടി വരുന്നത് ഏത് ഘട്ടത്തിലാണ് ഡോക്ടർ? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. അതായത് എല്ലാ തലവേദന നമ്മൾ സ്കാനിങ് ചെയ്യേണ്ടതോ MRI CT സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൈഗ്രെയിൻ ഹെഡേക്ക് നമുക്ക് ഈ സ്കാനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ മൈഗ്രെയിൻ ഹെഡേക്ക് ആണെന്ന് നമുക്ക് ഉറപ്പിക്കണം. കാരണം ഇത് വരുന്ന ഒരു 20-25 വയസ്സ് ആ പ്രായത്തിനുള്ളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. എപ്പോഴാണ് ഒരു 30 വയസ്സ് 40 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ പെട്ടെന്ന് ഒരു തലവേദന, ഇന്റൻസ് ആയിട്ടൊരു തലവേദന വരിക, ആ തലവേദനയുടെ ഇന്റൻസിറ്റി കൂടി വരിക. അതല്ല എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു, തലയിടിച്ച് വീണു, അതിനുശേഷം തലവേദന വരിക. പിന്നെ വേറെ എന്തെങ്കിലും അസുഖത്തോടൊപ്പം തലവേദന വരിക, പനി വരിക, കഴുത്തിന് ഒരു വേദനയും റിജിഡിറ്റി, അതായത് കുനിക്കാനും നിവർത്താനും ഉള്ള ബുദ്ധിമുട്ട് വരിക. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റ് ന്യൂറോസർജനെ കാണിച്ച് നമ്മൾ ഒരു സ്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ തലവേദനയ്ക്ക് കാരണം സിമ്പിൾ ആയിട്ടുള്ള മൈഗ്രെയിൻ ഹെഡേക്ക് അല്ല. ചിലപ്പോൾ ബ്ലീഡിങ് ആവാം, ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് ആവാം, ചിലപ്പോൾ തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് കുറെ നാൾ രക്തം കട്ട പിടിച്ച് അത് തലച്ചോറിനെ ഞെക്കുന്നതാവാം. അങ്ങനെ പല കാരണങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ സാധാരണയായി കാണുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് ഭയങ്കര കൂടുതലായിട്ട് തലവേദന വരുമ്പോൾ നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, ഈ തലവേദനയ്ക്കൊപ്പം കഠിനമായ പനി വന്നാൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് അല്ലേ? തലവേദനയുടെ ഒപ്പം പനി, കഴുത്തില് വേദന, കഴുത്ത് തിരിക്കാനും ഉള്ള ഒരു റിജിഡിറ്റി, അങ്ങനത്തെ കാരണം വരുന്ന മെനിഞ്ചൈറ്റിസും കൂടെ കാരണമാകാം. അതുകൊണ്ടാണ് ആ തലവേദന നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ തന്നെ പനിയുടെ ഒപ്പം തന്നെ തലവേദന വരാം. എല്ലാ പനിയുടെ ഒപ്പമുള്ള തലവേദന മെനിഞ്ചൈറ്റിസ് അല്ല. തലവേദനയുടെ പനിയും തലവേദനയും കൂടാതെ നെക്ക് റിജിഡിറ്റി, കഴുത്തിലുള്ള ബുദ്ധിമുട്ടും കൂടുതൽ കാണുമ്പോൾ മെനിഞ്ചൈറ്റിസ് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ളൂ. ശരി ഡോക്ടർ, നമുക്കിപ്പോ ഒരു കോൾ ഉണ്ട്. കുമാരൻ വിളിക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും. കുമാരൻ, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. എനിക്ക് വിട്ടുമാറാ തലവേദനയാണ്. തലവേദനയാണ്, വിട്ടുമാറാത്തതാണോ? വിട്ടുമാറാതെ തലയ്ക്ക് സ്കാനൊക്കെ ചെയ്താണ്. എത്ര നാളായിട്ടുണ്ട് കുമാരൻ? 10 വർഷമായി. എത്ര വയസ്സുണ്ട്? വയസ്സിപ്പം 60 വയസ്സുണ്ട്.
10 വർഷമായിട്ട് തലവേദനയുണ്ട്. കൂടി വരുന്നുണ്ടോ അതോ അതേ അവസ്ഥ തന്നെയാണോ തലവേദന കാണുന്നത്? കൂടുന്നില്ല, ഒരേ നോക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും തലേന്ന്. തലവേദനയായിരിക്കും. ഓക്കെ. ഏത് അതായത് സമയത്താണ് കൂടുതൽ വരുന്നത്? രാവിലെയാണോ വൈകിട്ടാണോ? ഏത് സമയം ഒരുപോലെ ഉണ്ടാവും വേദന. ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഈ തലേന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കിയതാണോ? സ്കാൻ ചെയ്തിരിക്കും. ഓല് പറഞ്ഞാല് ഈ കഫത്തിന്റെ ആറാറാന്ന് അറിയുന്നത്. കഫം അത് പല കാരണം ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളുണ്ടാകും തലവേദന. ഒരു കാരണം ഈ സൈനസൈറ്റിസ് ഒരു കാരണമായിട്ടും തലവേദനയായിട്ട് വരാറുണ്ട്. ചിലർക്ക് ക്രോണിക് ആയിട്ട് സൈനസൈറ്റിസ് വരും. നമ്മുടെ സൈനസ്, മൂക്കിന്റെയും തലയുടെ ഇവിടെ ഈ ഭാഗത്ത് 2 ഭാഗത്തുള്ള സൈനസുകൾ, അവിടെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും നീർക്കെട്ടും മാറാതെയുള്ള നീർക്കെട്ടും വരുമ്പോൾ അത് തലവേദനയായിട്ട് കാണപ്പെടാം. ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം അതൊരു സൈനസൈറ്റ്, ക്രോണിക് സൈനസൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലവേദനയാണെന്ന് തോന്നുന്നത്. സ്കാനിലൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ സമയത്ത് 50 വയസ്സിന് ശേഷം ഉണ്ടായ തലവേദന മൈഗ്രെയിൻ ഹെഡേക്ക് ആവാനും സാധ്യത കുറവാണ്. അത് സൈനസൈറ്റിസുമായിട്ട് റിലേറ്റഡ് ഒരു ഹെഡേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഒരു ENT ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. അതിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സൈനസൈറ്റിസ് കൂടുതലായിട്ടുണ്ടോ. ശരി, വളരെയധികം നന്ദി കുമാരൻ വിളിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളറും കൂടെ ഉണ്ട്. സന്ധ്യയുണ്ട് വെള്ളറടയിൽ നിന്നും. സന്ധ്യ, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. സാറേ, എന്റെ മോക്ക് ഇപ്പോഴ് 20 വയസ്സായി. ഒരു 11 വയസ്സ് തൊട്ട് അവർക്ക് മൈഗ്രെയിൻ ഉണ്ടായി. ഹലോ, കേൾക്കാം. മോക്ക് ഒരു 11 വയസ്സ് തൊട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നേ. അങ്ങനെ മൈഗ്രെയിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അവർക്ക് ഫിക്സ് വന്നു. ഇപ്പൊ ഒരു 11 വയസ്സ് തൊട്ട് തന്നെ ഫിക്സും വന്നു. അപ്പൊ ഇപ്പൊ അവർക്ക് ഫിക്സ് എന്ന് പറയുന്നത് സീഷോർ ഡിസോർഡർ വിത്ത് സീഡോ സീഷോർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അവള് ഫുഡ് കൺട്രോൾ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഇത് വരുന്നുണ്ട്, മൈഗ്രെയിൻ വരുന്നുണ്ട്. അപ്പോഴേ ഇതൊന്ന് മാറി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഡോക്ടറെ? ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പല കാരണം കൊണ്ട് വരാം. ഇത് മൈഗ്രെയിന്റെ കൂടെ മൈഗ്രെയിൻ ഹെഡേക്ക് തന്നെ പല വെറൈറ്റീസ് ആയിട്ടുണ്ട്. അത് ഒന്ന് നമുക്കൊരു പ്രത്യേക ഒരു ഫീച്ചേഴ്സോ ഛർദിലോ ഒന്നും തോന്നാത്ത ഹെഡേക്കുകളുണ്ട്. അത് കൂടെ വരുന്നതുണ്ട്. മൈഗ്രെയിന്റെ കൂടെ തളർച്ചയായിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഹെമിപ്ലീജ്, അതായത് ഒരു സൈഡ് തളർച്ചയായിട്ട് വരുന്ന ഹെഡേക്ക് ഉണ്ട്. ഫിക്സോ ആയിട്ട് വരുന്ന ഹെഡേക്ക് ഉണ്ട്. അത് പല രീതിയിൽ മൈഗ്രെയിൻ ഉണ്ട്. അതിന്റെ ഒരു കാരണം, ഒരു മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണം ഇതുവരെ കൃത്യമായിട്ടൊരു ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിന് കാരണമായി കണക്കാക്കപ്പെടുന്നത് ചില ഹോർമോൺസും സെറട്ടോണിനും വേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് തലച്ചോറിലുണ്ടാകുന്ന ഈ മൈഗ്രെയിന് കാരണമാക്കുന്നത്. അങ്ങനെയുള്ള കാരണം കൊണ്ട് ചിലർക്ക് ഫിക്സും കൂടെ വരാം, സീഷേഴ്സുമായിട്ട് അസോസിയേറ്റഡ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു EEG എടുത്ത് അടുത്തുള്ള ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ച് ഫിക്സിനുള്ള മരുന്ന് സ്ഥിരമായി കഴിക്കണോ, അതോ EEGയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നോക്കി അതിന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. ചില ആളുകൾക്ക് കാലക്രമേണ പതുക്കെ അത് കുറഞ്ഞു വന്നേക്കാം. മാറാത്ത ഒരു അസുഖമല്ല, പതുക്കെ അത് മാറാം. നമുക്ക് ഫിക്സിനുള്ള മരുന്നും തലവേദന മൈഗ്രെയിനുള്ള മരുന്നും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളെങ്കിലും എടുക്കേണ്ടതായിട്ട് വരും. പേടിക്കേണ്ട രീതിയിലൊന്നുമല്ല. സ്ട്രക്ചറലായിട്ട് ചിലപ്പോൾ അസുഖങ്ങളൊന്നും കാണില്ല. MRI എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം, റൂൾ ഔട്ട് ചെയ്യാം. വേറെ അസുഖം ഒന്നും ഇല്ലാത്തതൊന്നും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ശരി, വളരെയധികം നന്ദി സന്ധ്യ ഈ ഒരു അവസരത്തിൽ വിളിച്ചതിന്. വീണ്ടും മറ്റൊരു കോളറും കൂടി ഡോക്ടർ, നമുക്ക് ഗോപകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഗോപകുമാർ, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വിളിക്കുന്നത്. കാര്യം എൻ്റെ ഒരു 18ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയാണ് ഈ തലവേദന. അത് ഒരു സൈഡാ വേദന എടുക്കുന്നത് എനിക്ക്. അത് പിന്നെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കുറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഹോമിയോ നോക്കിയായിരുന്നു, ആയുർവേദം നോക്കിയായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിനിൽ ഇപ്പം കഴിക്കുന്നത് പെയിൻ കില്ലർ കഴിക്കുക, ആ സമയത്ത് കഴിക്കാതെ മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും പ്രതീതി ഉണ്ടാവോ? ഇതേപോലെ തലവേദന വരാറുണ്ട്. എന്താ സാർ? ഒരു മാസത്തിൽ എത്ര തവണ ഇതേപോലെ തലവേദന വരാറുണ്ട്? ഇത് ചിലപ്പോൾ ആഴ്ചയിൽ 2 തവണ ഉണ്ടാവാറുണ്ട്. കാര്യം ഉറങ്ങി എഴുക്കുന്ന ഒരു 4 മണി 3 മണിക്ക് അങ്ങ് തലവേദന സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ വൈകിട്ടാവണം വ്യക്തി കുറയാനായിട്ട്.
ഈ തലവേദന വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഫുഡിന്റെയോ അല്ല എന്തെങ്കിലും ഉറക്കക്കുറവിന്റെയോ? ഞാൻ നോക്കിയിരുന്നു, നാരങ്ങ വെള്ളം ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ഞാൻ ഒഴിവാക്കിയായിരുന്നു. അതൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക്. വരുന്നുണ്ടായിരുന്നു അല്ലെ? ഇപ്പോഴും അതേ ഫ്രീക്വൻസി തന്നെ വരുന്നുണ്ടോ? അതോ കുറഞ്ഞു വരുന്നുണ്ടോ? അല്ലല്ല, കൂടുക ചെയ്യുന്നത്. ഇപ്പം കൂടുക ചെയ്യുന്നത് അല്ലെ? കൂടുക ചെയ്യുന്നത്. ഓക്കെ. ഈ ടൈപ്പ് മൈഗ്രെയിൻ എന്ന് വെച്ചാൽ മൈഗ്രെയിന് നമ്മൾ വിട്ടുമാറാത്ത ചില അക്യൂട്ട് അറ്റാക്കിൽ തന്നെ വിട്ടുമാറാത്ത ക്രോണിക് മൈഗ്രെയിന്റെ സ്റ്റേറ്റ് ആണ്. ഈ മൈഗ്രെയിനിന് നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുക എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമുക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ. കൂടി വരുന്നുണ്ട് എങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ച് നമ്മൾ സ്കാൻ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം ഒരേ സ്റ്റേജിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കൂടുന്ന അവസ്ഥ നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. 90% വേറെ ഒന്നുമല്ല, മൈഗ്രെയിൻ്റെ തന്നെയാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നതിന്റെ ലക്ഷണമാണ് മാസത്തിൽ 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്രൊഫൈലാറ്റിക് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഗോപകുമാർ, നന്ദി വിളിച്ചതിന്. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേള അനിവാര്യമാണ്. ഞാൻ ഡോക്ടറിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ പലതരം ക്യാൻസറുകളും തലവേദനയ്ക്ക് കാരണമാകുന്നുണ്ടല്ലോ. ക്യാൻസർ മൂലമുണ്ടാകുന്ന തലവേദനകൾ തിരിച്ചറിയാനാകുമോ? അതെങ്ങനെയാണ്? ക്യാൻസർ മൂലമുണ്ടാകുന്ന തലയിൽ വരുന്ന ക്യാൻസർ, ഹെഡിൽ വേറെ പാർട്ടിൽ വരുന്ന ക്യാൻസർ, ഇതൊക്കെ തലവേദനയായിട്ട് വരാറുണ്ട്. കൂടാതെ വേറെ ക്യാൻസർ വരുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന മെക്കാനിസം, ഹോമിയോസ്റ്റാസിസ്, അതിന്റെ പ്രശ്നം കൊണ്ട് തലവേദനയായിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് തലയിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സ് ആണ് ഈ തലവേദനയായിട്ട് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി പ്രായമായ ഒരു 40s എബോവ് ആയുള്ള ആളുകളിൽ പെട്ടെന്ന് ഒരു തലവേദന വരുന്നു. ചിലപ്പോൾ ഒരു ക്രോണിക് ഡള്ളായിട്ട് ഒരു പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ആ വരുന്ന വേദന ഒരു സൈഡിലോ ചിലപ്പോൾ തലയ്ക്ക് മൊത്തമാണ്. അത് നിർബന്ധമല്ല എവിടെ വരുന്നതാണ് വരിക. അതിന്റെ ഒപ്പം തന്നെ ഛർദിലായിട്ട് വരിക, പെട്ടെന്ന് ഒരു സൈഡിലോ കയ്യിലോ കാലിലോ മരവിപ്പ് പോലെ എന്തെങ്കിലും കാണിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും അവസരം അത് വരുമ്പോൾ അതൊരു ട്യൂമർ കാരണമുള്ള ഹെഡേക്ക് ആയിട്ട് കാണപ്പെടാം. ഡോക്ടർ, പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കണ്ണട വെക്കുന്ന പലരും പറയും ഞാൻ കണ്ണട വെച്ചത് മൈഗ്രെയിൻ ആണ്. അപ്പൊ ഈ മൈഗ്രെയിനെ പിടിച്ചിടാൻ ഒരു പരിധി വരെ കണ്ണടയ്ക്ക് സാധിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് തെറ്റായതാണ്. കാരണം ചില കണ്ണുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തലവേദനയായിട്ട് കാണപ്പെടാം. ചിലർക്ക് അസ്റ്റിഗ്മാറ്റിസ്, അതായത് നമ്മൾ കണ്ണിന്റെ ആകൃതിയിലുള്ള ചേഞ്ച് കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ, ലെൻസിന്റെ പ്രശ്നം കൊണ്ടും, ചിലർക്ക് ഗ്ലോക്കോമ അങ്ങനത്തെ കാരണം കൊണ്ടും തലവേദനയായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ ഗ്ലോക്കോമയ്ക്ക് ട്രീറ്റ്മെന്റ് വേറെയാണ്, സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ അസ്റ്റിഗ്മാറ്റിസം, അതായത് ഷോർട്ട് സൈറ്റിന് തന്നെ വേറെ രൂപ ചേഞ്ച് കൊണ്ടുള്ള അങ്ങനത്തെ തലവേദന, അങ്ങനത്തെ കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കണ്ണട വെച്ചാൽ മാറും. അത് മൈഗ്രെയിനുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. പക്ഷെ അവരുടെ കാരണം മൈഗ്രെയിൻ ആയിരിക്കില്ല, കാഴ്ചയുടെ ബുദ്ധിമുട്ട് ഉണ്ടായതായിരിക്കും. ഡോക്ടർ, ഈ ഉറക്കമില്ലാത്ത കാരണം പലപ്പോഴും തലവേദനയ്ക്ക് ഒരു വലിയ കാരണമാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഉറക്കമില്ലായ്മയും തലവേദനയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ? രണ്ട് തരത്തിലാണ് ഉറക്കമില്ലായ്മ തലവേദനയോ. ചിലർക്ക് അത് മൈഗ്രെയിൻ ആയിട്ട് വരാം, ചിലർക്ക് അത് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ആയിട്ട് വരാം. മൈഗ്രെയിൻ ആയിട്ട് വരാൻ ചിലർക്ക് മൈഗ്രെയിൻ വരുന്നതിന്റെ മേജർ കാരണം ഉറക്കമില്ലായ്മയായിരിക്കാം. ഉറക്കമില്ലായ്മയും വേറെ എന്തെങ്കിലും ആൽക്കഹോളോ വൈൻ, അതിന്റെ അഡിക്ഷൻ, സ്മോക്കിംഗ് അഡിക്ഷൻ, അങ്ങനെയുള്ളതും, ചിലർക്ക് സ്ട്രെസ് കൂടുന്നതോ, അങ്ങനെ വരുമ്പോഴും മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാം. മൈഗ്രെയിൻ ഹെഡേക്ക് ഒരു സൈഡിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിലായിരിക്കും കാണുന്നത്. കൂടാതെ തന്നെ ഉറക്കമില്ലായ്മ സ്ട്രെസ് കൂട്ടും. നമ്മുടെ ബോഡിയിലെ മെക്കാനിസമോ, ഫ്ലൂയിഡ് മെക്കാനിസവും ഈ കെമിക്കൽസിന്റെ മെക്കാനിസം, അതെല്ലാം തകിടം മറിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു ഹെഡേക്ക് ആയിട്ട് രൂപപ്പെടാം. തലവേദന ഒരു ലക്ഷണം മാത്രമാണ്, വേറെ പല കാരണങ്ങളുടെയും ഒരു ലക്ഷണമായിട്ടാണ് തലവേദന കാണുന്നത്. ഉറക്കമില്ലായ്മ തലവേദനയായിട്ട് രൂപപ്പെടാം. ശരി ഡോക്ടർ, ഈ തലവേദന വരികയാണെങ്കിൽ പൊതുവേ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു ശീലമാണ് ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് ഈ തലവേദന എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റുക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് തലവേദന വന്നാൽ?
തലവേദന തലവേദന എല്ലാ തലവേദനയ്ക്കും അല്ല, പക്ഷെ തലവേദന വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമുക്ക് തലവേദനയ്ക്ക് ഒരു ശമനം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലർ നമ്മുടെ ചെറിയ ചെറിയ കാരണം കൊണ്ട് വരെ തലവേദനയായിട്ട് നമുക്ക് കാണാം. ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും, ചിലർക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല കാരണം കൊണ്ടും തലവേദന വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന പാരസെറ്റമോൾ ഗുളികയാണ്. ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് തലവേദനയ്ക്ക് ശമനം കിട്ടും. അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ തെറ്റില്ല. പക്ഷെ നമ്മൾ കൂടുതൽ പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തലവേദന വന്നാൽ ഈ പാരസെറ്റമോൾ ഗുളികകൾ ആശ്രയിക്കാതെ എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. സർ, അത് ചോദിക്കാനുള്ള ഒരു പ്രധാന കാരണം പൊതുവെ പാരസെറ്റമോൾ എന്നുള്ള പേര് ആ ഗുളികയ്ക്ക് ഒട്ടും ചേരില്ല എന്നാണ് പൊതുവെ പറയാറ്. പാരസെറ്റമോൾ ഗുളികകൾ, പക്ഷെ പ്രശ്നം എന്തായെന്നാൽ എല്ലാ ആളുകൾക്കും പാരസെറ്റമോളുകൾ മെച്ചം എന്ന് പറയാനില്ല. ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാം. പാരസെറ്റമോൾ വളരെ കുറവാണ്, എന്നാലും ആഹാരത്തിന് മുമ്പ് കഴിക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് വരാം. ഈ പാരസെറ്റമോൾ ഗുളികയും NSAIDസും ഈ പെയിൻ കില്ലേഴ്സും എല്ലാം നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കിഡ്നിയിലൂടെ ആയതുകൊണ്ട് കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾക്കും കിഡ്നിക്ക് പ്രശ്നം വരാൻ സാധ്യതയുള്ള ആളുകൾക്കും ഈ പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗം പ്രശ്നക്കാരനാകാം. അതുകൊണ്ട് നമ്മൾ 1-2 തവണ നമ്മൾ ചെറിയ തലവേദന വരുമ്പോൾ പാരസെറ്റമോളിൽ ആശ്രയിക്കാം. പക്ഷെ കൂടുതൽ തവണ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതിലും നല്ലത് നമ്മളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യായിരിക്കും നല്ലത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ. എന്തായാലും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ന്യൂറോ സ്പൈൻ സർജനായ ഡോക്ടർ അജാസ് ജോണാണ് ഇന്ന് വിവിധ തരം തലവേദനകളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ വളരെയധികം നന്ദി. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.